ന്യൂസ് റീഡർ, ഡബിംഗ് ആർട്ടിസ്റ്റ്, റേഡിയോ, സിനിമ, സീരിയൽ മുതലായവയിലെ അഭിനേത്രി, ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രതിഭ കൊണ്ട് തിളങ്ങിയ പ്രശസ്ത കലാകാരി ശ്രീമതി ലക്ഷ്മി കൃഷ്ണമൂർത്തിയുമായി സാർത്ഥകം ഓൺലൈൻ മാസികയുടെ ചീഫ് എഡിറ്ററും കവിയുമായ ശ്രീമതി ഇന്ദിരാ ബാലൻ നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഇപ്പോൾ. കോഴിക്കോട് ജനിച്ചു വളർന്ന് ഡൽഹി, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിൽ താമസിക്കുമ്പോഴും അഭിനയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ശ്രീമതി ലക്ഷ്മി കൃഷ്ണമൂർത്തിയും ഇന്ദിരാ ബാലനും. നമസ്കാരം. നമ്മള് സാർത്ഥകം ഓൺലൈൻ മാസികയ്ക്ക് വേണ്ടിയാണ് മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ അഭിനയ ജീവിതത്തെ കുറിച്ചും മറ്റ് ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആകാശവാണിയിൽ നിന്നായിരുന്നല്ലോ അല്ലെ തുടക്കം? അപ്പൊ എങ്ങനെയായിരുന്നു അവിടെ ജോലി? അല്ല, ജോലി എന്ന് പറയാൻ ആകാശവാണിയിൽ ചേരുന്നതായിട്ട് മുമ്പേ പഠിക്കണ കാലത്ത് തന്നെ മലയാളി പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ മലയാളം പ്രോഗ്രാം. അപ്പൊ ഇങ്ങനെ അതിലൊക്കെ പാർട്ടേക്ക് ചെയ്തതുകൊണ്ട് പത്മനാഭൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമായിരുന്നു ഇൻചാർജ് ഓഫ് മലയാളം പ്രോഗ്രാം ഒക്കെ. ശക്തിധരൻ നായരായിരുന്നു. ശക്തിധരൻ നായരെ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് അദ്ദേഹം സ്റ്റേഷൻ ഡയറക്ടറായിട്ട് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നോട് ഇങ്ങനെ അതിലെ പണിയെടുക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കോഴിക്കോട്ട് തന്നെയായിരുന്നു, കോഴിക്കോട്ടാണ് പഠിച്ചതൊക്കെ. അപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മടങ്ങി വന്നു. റിസൾട്ട് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പരീക്ഷ എഴുതിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ മടങ്ങി വന്നു. അപ്പൊ April 14th ആകാശവാണി ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തത് അതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്തിരിക്കുന്നു. പക്ഷെ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയത് April 14th. ആകാശവാണിയിലെ ഏത് വിഭാഗത്തിലാണ് ജോയിൻ ചെയ്തത്? ആകാശവാണിയിലെ ശരിക്ക് അനൗൺസർ കം ആർട്ടിസ്റ്റ് അങ്ങനെയായിരുന്നു ശരിക്കും കേട്ടോ. അപ്പൊ എല്ലാ പ്രോഗ്രാമുകളും അനൗൺസ് ചെയ്തിരുന്നു. ആർട്ടിസ്റ്റായിട്ടും ഡ്രാമയിലും ബാലരംഗത്തിലൊക്കെ ചെയ്തിരുന്നു. ബാലരംഗത്തിലെ ചേച്ചിയായിട്ടാണ് അധികം അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട്ടൊക്കെ എല്ലാവർക്കും. ഇപ്പൊ ഈയിടെ പോയിട്ടും കൂടി, ഈയിടെ ഞാൻ കോഴിക്കോട്ട് പോയപ്പോ ഒരു ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടി ARൽ ജോലിയായിട്ടൊക്കെ ആയിരുന്നു. അപ്പൊ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ എന്നെ മാതൃഭൂമിയിലോ കണ്ടിട്ടുണ്ട്, ഒരു ചിത്രം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി വിളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒക്കെ വളരെ ഇതായിട്ട് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ്. അതെ, പക്ഷെ കാലുകൊണ്ട് കുറച്ചൊരു വയ്യാത്തൊരു കുട്ടിയായിരുന്നു ശിവരാമകൃഷ്ണൻ. അപ്പൊ അവളുടെ കാലിന് വയ്യാത്തതുകൊണ്ട് വന്നില്ല. അങ്ങനെ അഭിനയം അതിന്റെ മുന്നേ തന്നെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണോ? അതെ, പാരമ്പര്യത്തിൽ നിന്നാണെന്ന് പറയാം. എന്താ വെച്ചാല് അമ്മമാരൊക്കെ വളരെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാണ്. പിന്നെ കേരളത്തിലെ മാഗസിൻ ആദ്യത്തെ മലയാളം പേപ്പറായിരുന്നു ആ കേരളത്തിലെ ഉണ്ടാക്കിയത് ചെങ്കൽത്തൂർ കുഞ്ഞിരാമേനോ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ ഫെലിസിറ്റേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പോയിരുന്നു, ഞാനും ഒക്കെ പോയിരുന്നു, കോഴിക്കോട്ട് വെച്ചിട്ടായിരുന്നു. അങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ എല്ലാ അമ്മമാരും എല്ലാവരും അഭിനയമായിരുന്നു. കഥകളി ചെയ്തിരുന്നു, ഡാൻസ് ചെയ്തിരുന്നു, എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികളും കൂടി അങ്ങനെയാണ്. ശരിക്കും ഒരു കുട്ടി, എന്റെ ഏട്ടന്റെ മകള് മായ റാവ് എന്ന് പറഞ്ഞ കുട്ടി, ഔട്ടി മായാറാവ്, അതെ അതെ, മായാറാവ് ഡാൻസർ. ഔട്ടി വലിയ നല്ലോണം ചെയ്യും, കഥകളിയൊക്കെ ചെയ്യും. അങ്ങനെയായിരുന്നു. 3 ജനറേഷൻ അവര് കഥകളി ചെയ്തിരുന്നു. അമ്മയും നല്ലോണം കഥകളി ചെയ്യും. ഔട്ടർ അമ്മ ഭാനുമതി റാവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കയിലൊക്കെ പഠിച്ചിരുന്നു. ഔട്ടി രാം ഗോപാലിന്റെ ഒപ്പം കുറെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഔട്ടറുടെ മകള് മായാറാവിന്റെ മകള് മീമാൻസ എന്ന് പറഞ്ഞിട്ട് 3 ആളും കൂടി ഡൽഹിയിലെ ഒരു കഥകളി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ. പിന്നെ വേറൊരു ടീച്ചർ, വേറൊരു അനിയത്തിലെ മകള് വലിയ ഡാൻസറാണ്, മീനാക്ഷി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പത്തെ തന്നെ വലിയ ഡാൻസറാണ്. അപ്പൊ ആ കാലത്ത് ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തിക്കോടിയൻ, ഉറൂബ്, പി ഭാസ്കരൻ മാഷ്, അങ്ങനെ നീലക്കുയിലിൽ അഭിനയിച്ച ബാലകൃഷ്ണമേനോനില്ലേ, മുസ്ലിമായിട്ട് അഭിനയിച്ച കൂടെ. അതുകൊണ്ട് വാസ്തവത്തില് ഒരു കൾച്ചറൽ ആയിട്ട് നല്ല
എല്ലാ വിധത്തിലും എനിക്ക് വലിയൊരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ നന്നായി ഉണ്ടായിട്ടുള്ള തിക്കോടിയന്റെ നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. തിക്കോടിയന്റെ നാടകത്തിൽ അഭിനയിച്ചപ്പോഴാണ് കേരളത്തിലെ കോഴിക്കോട്ടായിരുന്നു എന്റെ രാജ്യം, കോഴിക്കോടാണ്. അപ്പൊ അവിടെ കേരള കലാസമിതി എന്ന് പറഞ്ഞിട്ട് ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് ദേശഭൂഷണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. അപ്പോ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്, ഒരു ഗോൾഡ് മെഡലൊക്കെ കിട്ടി. അപ്പൊ ശാന്താദേവി അതേ മരിച്ചിട്ട് ആവൃത്തിക്കായിരുന്നു സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. പിന്നെ അവിടുന്ന് കോഴിക്കോട്ടിൽ നിന്നാണ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞ ശേഷമാണ് ന്യൂസ് പേപ്പറായിട്ട്, മലയാളം ന്യൂസ് പേപ്പർ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡറായിട്ട്. അല്ല, ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ഡൽഹിയിലേക്ക് ആദ്യത്തെ ന്യൂസ് റീഡറായിരുന്നു, മലയാളം ന്യൂസ് വായിക്കുന്ന സ്ത്രീയായിരുന്നു. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളും ഈ അതെ, ആ സമയത്തല്ല, കോഴിക്കോട് ARലുള്ള കാലത്താണ് ഡബിങ് ആദ്യം ചെയ്തത്. അതെ, BS സരോജ എന്ന് പറഞ്ഞൊരു ആക്ട്രസിന് വേണ്ടിയിട്ട് ഡബിങ് ചെയ്തത്. തമിഴ് ആർട്ടിസ്റ്റ് ആയിരുന്നു. തമിഴ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ തമിഴില് പറയണത് മലയാളം ശരിക്കും പറയാത്തത് കൊണ്ട് പി ഭാസ്കരനാണ് എന്നെ കൊണ്ടായത്. ഭാഷയ്ക്കൊന്ന് അപ്പൊ അന്നൊക്കെ വ്യൂ മാസ്റ്ററിൽ പഠിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഓൾഡ് ബിഗ് സ്ക്രീനില്. ഇന്നത്തെ മാതിരി ഇങ്ങനെ ഇന്നൊക്കെ വളരെ ഡബിങ് വളരെ ഈസിയാണ്. ശരിക്കും പ്രസ് ചെയ്യും, പകുതി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടില്ല, പിന്നെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അന്ന്. അന്ന് വളരെ വ്യത്യാസമായിട്ടായിരുന്നു വ്യൂ മാസ്റ്ററിലൊക്കെ പറഞ്ഞ മുഴുവൻ സിനിമ മുഴുവൻ സ്ക്രീനിൽ ഡബിങ് ചെയ്യുമ്പോ അത് ശരിക്കും ഈ അഭിനേതാവിന്റെ ചലനങ്ങൾക്ക് അനുസരിച്ച് അങ്ങനെയൊക്കെ കൊടുക്കണം, അഭിനയവും ഒക്കെ അങ്ങനെയായിരുന്നു. അമ്മ സിനിമയില് ശരിക്കും ആ കുട്ടി കരഞ്ഞുകൊണ്ട് വളരെയധികം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഹോൾ സിനിമ. പിന്നെ ഞാൻ സ്റ്റേജിൽ ആക്ട് ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞു ആകാശവാണിയിൽ ഇങ്ങനെ ചെയ്തിട്ട് മുഖത്തൊക്കെ എക്സ്പ്രഷൻ കുറയുന്നു. എന്നുവെച്ചാ ഈ ആകാശവാണി അഭിനയം ലാംഗ്വേജ് ശബ്ദത്തിലല്ലേ വരുന്നത്. ഈ ശബ്ദത്തിലായതുകൊണ്ട് പല ആളുകളും അന്നത്തെ ആർട്ടിസ്റ്റൊക്കെ നിരൂപകന്മാരൊക്കെ കോഴിക്കോടൻ ഒരു വലിയ മാതൃഭൂമിയിലൊക്കെ എഴുതിയിരുന്നായിരുന്നു. ആ കോഴിക്കോടിനൊക്കെ പറഞ്ഞിരുന്നു എന്നോട്, ഇപ്പൊ ലക്ഷ്മി ദേവിക്ക് മുഖത്ത് കുറെ അഭിനയങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, പണ്ടത്തെ മാതിരി. അതുകൊണ്ടായിരിക്കാം ARല് പണി ഇങ്ങനെ എടുത്തതുകൊണ്ടുമായിരിക്കാൻ. ARല് ഡ്രാമ ഒക്കെ കളിക്കുന്ന സമയത്ത് ഈ സ്റ്റേജ് ഒന്നും വേണമല്ലോ ശരിക്കും. അപ്പോ ഇങ്ങനെ ശബ്ദത്തിലല്ലേ വേണ്ടു ഒക്കെ, അപ്പൊ ശബ്ദം കൊണ്ടായിരിക്കണം. അപ്പൊ ഈ ഡബിംഗ് രംഗത്താണോ അഭിനയ രംഗത്താണോ കൂടുതൽ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? ശരിക്കും ഡബിംഗ് ആണ്. അത് ഓരോ ദിവസത്തെ അനുസരിച്ചിട്ട് ദിവസത്തെ ഫലമാതിരി ഇരിക്കും ഡബിങ്. അന്നിപ്പോ ചിലപ്പോ ചില ദിവസമൊക്കെ വേഗം ഡബിങ് ഒക്കെ ശരിയാവും, ചില ദിവസം ഒന്നും ശരിയാവില്ല. അവനാൻ പറഞ്ഞതും കൂടി ശരിയാവില്ല. അവനാനാണ് ഇപ്പൊ അവനവന്റെ ശബ്ദം അവനവനെ കൊടുക്കണോണ്ട് അതൊന്നും ശരിയാവില്ല. ചില ദിവസം ശരിയാവില്ല. ചില ദിവസമൊക്കെ ചുണ്ടുകളങ്ങനെ ഉണ്ടാവില്ല, എക്സ്പ്രഷൻ ശരിയാവില്ല, അഭിനയിച്ച മാതിരി ആയിരിക്കില്ല ഈ പറയണത്. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും തോന്നിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. വിവാഹം തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണമായിട്ടുണ്ടോ? അഭിനയ രംഗത്ത് അങ്ങനെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അഭിനയിച്ചില്ല. വിവാഹത്തിന് ശേഷം ഞാൻ പറയുന്നത്, തുടക്കം വിവാഹം കഴിഞ്ഞ ആ സമയത്ത് ഡൽഹിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഡൽഹിയിലും ഒക്കെ ഞാൻ പോയിട്ട് മലയാളി ക്ലബിലും കേരള സമാജത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കേട്ടോ വാസ്തവത്തിൽ വളരെ വളരെ സപ്പോർട്ടീവായിരുന്നു ഹസ്ബൻഡ്. വളരെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, ഒരു നോ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. അത് അങ്ങനെയുള്ള മേ ബി ARന്ന് കണ്ടിട്ടുള്ള പരിചയം കൊണ്ടായിരിക്കാം, ശബ്ദവും അങ്ങനെയല്ലേ എന്നെ കണ്ടിട്ടുള്ളതും പരിചയം ഇതൊക്കെ അങ്ങനെയായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എനിവേ ഒന്നിനും നോ പറഞ്ഞിട്ടില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനും കൂടി നോ പറഞ്ഞിട്ടില്ല എന്ന് പറയണം. എല്ലാം വെരി സപ്പോർട്ടീവായിരുന്നു. ഒപ്പം കൂടെ വന്നിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ശരിക്കും ഇപ്പൊ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത്. പ്രശസ്ത അഭിനേത്രി ശ്രീമതി ലക്ഷ്മി കൃഷ്ണമൂർത്തിയുമായി ശ്രീമതി ഇന്ദിരാ ബാലൻ നടത്തിയ അഭിമുഖത്തിന്റെ 1ാം ഭാഗം പൂർണ്ണമാകുന്നു.